നമ്മളിന്നിവിടെ ഒരു സ്പെഷ്യൽ ഓർക്കിഡ് എക്സ്പെരിമെൻ്റാണ് ചെയ്യാൻ പോകുന്നത്. ഈ ഓൺസിഡിയം ഓർക്കിഡ് വെച്ചിട്ട് ഞാൻ ഈ ഓൺസിഡിയം ഓർക്കിഡിൻ്റെ കൊക്കഡാമ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. കൊക്കഡാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ് ബോൾ. അതൊരു ജാപ്പനീസ് ഗാർഡനിങ് സ്റ്റൈലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പോട്ടി മിക്സ്ചർ നമ്മളൊരു ബോളിലാക്കിയിട്ട് നമ്മളിത് അതിൻ്റെ ഉള്ളിൽ വച്ചിട്ട് നമ്മൾ മോസ് വെച്ച്, ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് സ്പാഗ്രം മോസാണ്, അത് വെച്ച് നമ്മളതിനെ കവർ ചെയ്യും. ഇനി ഈ ഒരു സ്റ്റൈല് നമ്മൾ നോർമൽ ചെടികളിൽ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഓർക്കിഡ് നമ്മൾ കൊക്കഡാമയാക്കുമ്പോൾ നോർമൽ ചെടികൾ പോലെയല്ല. കാരണം ഓർക്കിഡ് ഒരു എപ്പിഫൈറ്റാണ്. അതിൻ്റെ ഏരിയൽ റൂട്ട്സിന് അറ്റ്മോസ്ഫിയറിലേക്ക് അതിനെ തുറന്ന് നമ്മൾ കുറച്ചിടണം. കാരണം ഈ ഏരിയൽ റൂട്ട്സിൽ കൂടെ നമ്മൾ അറ്റ്മോസ്ഫിയറിൽ കൂടെ അതിന് എല്ലാ ഹ്യൂമിഡിറ്റി മിനറൽസൊക്കെ അബ്സോർബ് ചെയ്യുന്നുണ്ട്. സോ നോർമൽ കൊക്കഡാമ ചെയ്യുന്ന പോലെയല്ല, കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഓൺസീഡിയം അല്ലെങ്കിൽ ഡാൻസിങ് ലേഡി ഓർക്കിഡ് കൊക്കഡാമ സ്റ്റൈലിൽ നമുക്ക് എങ്ങനെ പ്ലാന്റ് ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ച് നോക്കാം. അതിനു മുമ്പ് എൻ്റെ ഹൗസ് ഓഫ് ഓർക്കിഡ് എന്ന് പറഞ്ഞ ചാനൽ താഴത്ത് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലും പ്രസ് ചെയ്യുക. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോസ് ഞാൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ മൊബൈലിൽ തന്നെ വരും. ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഓർക്കിഡിൻ്റെ ചെയ്യുന്നുണ്ട്. ഓർക്കിഡിൻ്റെ കെയർ, ഫ്ലവറിങ്, അതുപോലെ ഡെക്കറേഷൻ, അറേഞ്ച്മെൻറ്റ്, ഇതെല്ലാം ഞാൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ അവസാനം നിങ്ങൾ ലൈക്ക് ബട്ടണും കൂടി പ്രസ് ചെയ്യുക. സോ നമുക്ക് ആദ്യം ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ യൂസ് ചെയ്യുന്ന ഓർക്കിഡ് പോട്ടിംഗ് മിക്സ്, ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് കരി, അതുപോലെ തന്നെ ചകിരി അധികം യൂസ് ചെയ്യുന്നില്ല. കുറച്ച് ചകിരി, കരി, അതുപോലെ തന്നെ ഈ ഓടിൻ്റെ കഷ്ണങ്ങളാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് നമ്മൾ ഈ വലയുടെ ഉള്ളിൽ പൊതിഞ്ഞിട്ട് നമുക്ക് ഒന്ന് കെട്ടണം. സോ ഞാൻ കുറച്ച് പോട്ടിംഗ് മിക്സ് ഇതുപോലെ എടുത്തിട്ട് ഇത്ര മതി. ഞാൻ വലിയൊരു വല കെട്ടാൻ ഉദ്ദേശിക്കുന്നില്ല, ചെറിയൊരു വല. അപ്പോൾ ആവശ്യത്തിന് കരി കൂടുതലായിട്ട് യൂസ് ചെയ്യുക. പിന്നെ ഈ എല്ലാം ഇപ്പോൾ നമ്മൾ ചകിരി യൂസ് ചെയ്യുമ്പോൾ അത് നിങ്ങൾ ഫംഗസ് ഫ്രീ ആണോ, ഒരു കുറച്ച് ദിവസം നമ്മൾ സ്യൂഡോമോണാസിൽ മുക്കിയിട്ട് അതൊന്ന് ഡ്രൈ ആക്കാൻ വെച്ച് കഴിഞ്ഞിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. കറക്റ്റ് ഒരു പ്രപ്പോർഷനിൽ, നമുക്ക് അധികം വേണ്ട, അധികം വലുത് വേണ്ട. സോ അതിനനുസരിച്ചുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം എടുക്കുക. ഏകദേശം ഇത്രയും പോട്ടി മിക്സ് മതി എന്നുള്ളത് ഡിസൈഡ് ചെയ്തു. ഇനി നമ്മൾ ഈ ഒരു നെറ്റ്, ഞാനൊരു നോർമൽ നെറ്റാണ് യൂസ് ചെയ്തേക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ പഴയ നെറ്റൊക്കെ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. എന്നിട്ട് അതിങ്ങനെ നമ്മൾ കെട്ടി. ഇനി എനിക്ക് ചെയ്യാമെന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ ഒന്ന് ടൈ ചെയ്യണം. ടൈ ചെയ്യുന്നതിന് മുമ്പ് ഈ എക്സസ് ആയിട്ടുള്ള നെറ്റ് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ബാക്കി നമുക്ക് ടൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. ഒരു ബോളാക്കിയിട്ട് എക്സസ് ആയിട്ടുള്ള നെറ്റ് കട്ട് ചെയ്തു. ഇനി ബാക്കിയുള്ള നെറ്റ് ഞാനൊരു ചാക്കുനൂല് വെച്ച് കെട്ടുവാണ്. നമുക്കൊരു ചാക്കുനൂല് വെച്ച് മുറുക്കെ കെട്ടാം. നമുക്കിനി നമ്മൾ പെർമനൻ്റ് ആയിട്ട് കെട്ടുവാണ്. സോ ഒരു ടൈറ്റ് ആയിട്ടുള്ള കെട്ടുന്നതിലൊരു കുഴപ്പമില്ല. ഇനി ഞാൻ എക്സസ് ആയിട്ടുള്ള ചാക്കുനൂല് നമുക്ക് മുറിച്ച് കളയാം. നമ്മുടെ കൊക്കഡാമയുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള നമ്മൾ കുറച്ച് ഭംഗിക്ക് വേണ്ടി ബാക്കിയുള്ള നെറ്റൊക്കെ നമുക്ക് മുറിച്ച് കളയാം, കട്ട് ചെയ്യാം. ഇനി നമ്മൾ ഇതിൻ്റെ മേളിലാണ് ഓർക്കിഡ് വയ്ക്കാൻ പോകുന്നത്. പക്ഷെ നമുക്ക് കാണാം ഈ ഹോൾസ് ഒന്നും അത്ര വലുതല്ല. സോ എനിക്കൊരു ചെറിയ നെറ്റാണ് കിട്ടിയതുകൊണ്ട് ഞാനിതിൽ കത്രിക വെച്ച് ചെറിയ ചെറിയ ഹോൾസ് ഇങ്ങനെ ഉണ്ടാക്കുന്നു. അധികം ഹോൾസ് വലുതായി കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ നെറ്റ് കീറിപ്പോവും, അല്ലെങ്കിൽ നമ്മുടെ ഈ മിക്സ്ചർ പുറത്തേക്ക് ചാടിപ്പോവും. സോ ചെറിയ ചെറിയ ഹോൾസ് ഇതുപോലെ ഉണ്ടാക്കുക. അപ്പം നമ്മൾ പുറത്ത് വെച്ച് കെട്ടി വയ്ക്കുന്ന ഈ ഓർക്കിഡിനകത്തുള്ള പോട്ടി മിക്സറിലേക്ക് ഒരു എക്സ്പോഷർ കിട്ടും. അതേസമയം നിങ്ങൾ വലിയ വലിയ തുളകളുള്ള നെറ്റാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല. കേട്ടോ, ഞാൻ ഇതുപോലെ നമുക്ക് കുറച്ച് ഹോൾസ് ഉണ്ടാക്കാം. ഹോൾസ് ഉണ്ടാക്കി ഇതുപോലെ നിങ്ങൾ ഹോൾസ് ഉണ്ടാക്കുമ്പോൾ അധികം പോട്ടി മിക്സർ പുറത്തേക്ക് താഴ്ചാടി പോലെ നോക്കണം, അല്ലെങ്കിൽ നിങ്ങളൊരു വലിയ വല യൂസ് ചെയ്താൽ മതി. ഇനി ഞാൻ ഈ ഒരു ഓർക്കിഡിൻ്റെ മേളിൽ വച്ചിട്ട് നമുക്ക് ഇതിലേക്കിത് ടൈ ചെയ്യണം. അതിനുവേണ്ടി ഞാൻ ചാക്കുനൂലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ടൈ ചെയ്യുമ്പോൾ ഈ ഓർക്കിഡിൻ്റെ വശത്ത് കൂടെ നമ്മളിങ്ങനെ ചാക്കുനൂല് എടുത്ത് അടിയിലേക്ക് പോയിട്ട് ടൈ ചെയ്യണം. ഇങ്ങനെ ടൈ ചെയ്യുവാണെങ്കിൽ ഓർക്കിഡ് കുറച്ച് ഇതിൽ ബാലൻസ് ആയി നിൽക്കും. ബാക്കിയെല്ലാം നമ്മൾ വേര് ഇതിൻ്റെ ചുറ്റും ഇതുപോലെ
വച്ചിട്ട് നമ്മൾ ചാക്കുനൂല് വെച്ച് ചുറ്റും ഒന്ന് കെട്ടി ബലപ്പെടുത്താം. ഞാൻ ഈ ചാക്കുനൂല് ഇപ്പോൾ ഇതിൻ്റെ അകത്തു കൂടെ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ചുറ്റും ഇതുപോലെ കെട്ടുവാണ്. അപ്പോൾ നിങ്ങൾ വേരുകളൊക്കെ ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വച്ചിട്ട് വേരുകൾ മാക്സിമം ഈ ഒരു പോട്ടി മിക്സറിലേക്ക് പിടിച്ചിരുന്നിട്ട് നമുക്ക് അതിൻ്റെ ചുറ്റും ഇതുപോലെ ചാക്കുനൂല് വെച്ച് കെട്ടി വേരുകളെ കൂടുതൽ നമുക്കൊന്ന് ഇതിലേക്ക് പിടിപ്പിക്കാം. സോ അധികം ടൈറ്റായിട്ട് കെട്ടരുത്. നമ്മളിപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഓൾമോസ്റ്റ് കഴിഞ്ഞു. നമ്മൾ ഈ ഒരു ഓൺസീഡിയം ഇതിലേക്ക് നമ്മൾ കയറ് വെച്ച് കെട്ടിപ്പിടിപ്പിച്ചു. ഇതിൻ്റെ വേരുകളൊക്കെ ഇപ്പോൾ ഈ മീഡിയത്തിലേക്ക് ടച്ച് ചെയ്താണ് ഇരിക്കുന്നത്. കുറച്ച് നേരം കഴിയുമ്പോൾ ഈ വലയുടെ അകത്തുള്ള മീഡിയത്തിലേക്ക് ഇത് നല്ലോണം പിടിച്ചോളും. ഇനി നല്ല ടൈറ്റായിട്ട് നമ്മൾ കെട്ടരുത്. അധികം ലൂസായിട്ട് ഓർക്കിഡിന് അധികം സ്ട്രെസ്സ് കൊടുക്കാത്ത രീതിയിൽ വേണം കെട്ടാൻ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ കയ്യിൽ സ്പാഗ്നം മോസ് ഉണ്ട്. ഇത് ഞാൻ ഓൺലൈൻ വാങ്ങിച്ചതാണ്. ഇപ്പം നമുക്ക് ലോക്കലായിട്ട് കിട്ടുന്ന മോസാണ് ഇതിന് യൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പായൽ. പിന്നെ നമ്മുടെ മതിലൊക്കെ വളരുന്ന പായൽ വെച്ച് കൊക്കഡാമ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഓർക്കിഡിന് ചിലപ്പോൾ ഫംഗസ് ബാധ അതിലൂടെ ഉണ്ടാവാം. സോ ഇതുപോലെ ഓൺലൈൻ ഓർഡർ ചെയ്ത മോസ് നിങ്ങൾ ഫ്ലിപ്കാർട്ടിലോ ആമസോണിലൊക്കെ കിട്ടും. അത് നമ്മൾ ഓർഡർ ചെയ്തിട്ട് ഞാനത് ഹൈഡ്രജൻ പെറോക്സൈഡിൽ മുക്കി വെച്ചിട്ട് ഞാനിപ്പോൾ ഇത് പിഴിഞ്ഞ് എടുത്ത് വച്ചേക്കുക. സോ ഇത് ഓരോ ലെയറായിട്ട് നമുക്ക് ഈ ഓർക്കിഡിൻ്റെ മുകളിൽ ഇതുപോലെ വച്ച് ഇങ്ങനെ ഓരോന്ന് വച്ച് നമുക്ക് അതിനെ ചാക്കുനൂല് വെച്ച് കെട്ടി ഉറപ്പിക്കണം. ആ ഒരു സ്റ്റെപ്പിലേക്ക് നമുക്ക് അടുത്തത് പോകാം. ഇതുപോലെ മോസ് ചെറുതായി ഇതിൻ്റെ മുകളിലേക്ക് പൊത്തി നമ്മളതിനെ ഇങ്ങനെ കെട്ടി ഉറപ്പിക്കുകയാണ്. സോ ഈ ഞാൻ ചാക്കുനൂല് യൂസ് ചെയ്തതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ, കുറച്ച് കഴിയുമ്പോൾ ഈ ഓർക്കിഡ് ശരിക്കും ഈ മീഡിയത്തിലേക്ക് പിടിക്കും. ആ സമയത്ത് നൂല് അതിനൊപ്പം തന്നെ ഡീകമ്പോസായി പൊക്കോളും. അപ്പോൾ അതിനുവേണ്ടി ഒരു നാച്ചുറലായിട്ടുള്ളൊരു മീഡിയ ആയിട്ട് ഞാൻ ചാക്കുനൂല് യൂസ് ചെയ്തു എന്നുള്ളൂ. ഇങ്ങനെ നമ്മൾ കംപ്ലീറ്റ്ലി ഈ കംപ്ലീറ്റ് മീഡിയം നമ്മൾ മോസ് വെച്ചിട്ട് മൂടണം. സോ നമ്മുടെ ലാസ്റ്റ് റൗണ്ട് ഓഫ് കെട്ടലാണ്. ഓൾമോസ്റ്റ് ഞാൻ ചാക്കുനൂല് നമ്മളിങ്ങനെ കെട്ടി പോയാൽ മതി. മോസ് ഇങ്ങനെ പതിപ്പിച്ച് വയ്ക്കുക. അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഇങ്ങനെ കെട്ടുക. നമ്മളിങ്ങനെ കെട്ടി ഓൾമോസ്റ്റ് ഇപ്പോൾ ഈ വച്ചിരിക്കുന്ന മോസൊക്കെ ഇതിൽ നല്ലോണം പിടിച്ചിരിക്കുന്നുണ്ടെന്നുള്ളത് ഇങ്ങനെ ഉറപ്പ് വരുത്തുക. കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ടൈറ്റ് ആയിക്കോളും, അധികം ചാടി പോവില്ല. സോ ഓൾമോസ്റ്റ് റെഡിയാണ്. അങ്ങനെ നമ്മൾ ഓൺസീഡിയം ഓർക്കിഡ് കൊക്കഡാമയിലാക്കി. ഇനി ചിലർക്ക് സംശയം ഉണ്ടാവും, ഇതിൽ എങ്ങനെയാണ് വേരുകളൊക്കെ ബ്രീത്ത് ചെയ്യുന്നത്. ഞാനിതുപോലെ കുറച്ച് വേര് ഏരിയൽ റൂട്ട്സിൻ്റെ മേളിൽ നിങ്ങൾക്ക് കാണാം. അത് മതി നമുക്ക്. പിന്നെ ഈ സ്പാഗ്നം മോസ് ആയതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് സർക്കുലേഷൻ കിട്ടിക്കോളും. അതിനുള്ളൊരു കപ്പാസിറ്റി സ്പാഗ്നം മോസിനുണ്ട്. പിന്നെ നിങ്ങൾ ഇതുപോലെ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ വേര് പതുക്കെ പുറത്തേക്ക് വന്ന് ഓർക്കിഡിന് ബ്രീത്ത് ചെയ്യാനുള്ളൊരു സെറ്റപ്പായിട്ടുണ്ടാവും. സോ നമ്മുടെ ഓൺസീഡിയം കൊക്കഡാമ റെഡിയാണ്. നമുക്കിനി ഇത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പ്ലേസ് ചെയ്യാം. വേണമെങ്കിൽ ഒരു ഡിഷിൻ്റെ മുകളിൽ ഇതുപോലെ വയ്ക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഇൻവേർട്ടഡ് ആയിട്ട് വീടിൻ്റെ ഫ്രണ്ടിലോ അല്ലെങ്കിൽ സിറ്റ് ഔട്ടിലോ ബാൽക്കണിയിലോ എവിടെയെങ്കിലും കെട്ടിത്തൂക്കാം. ഞാൻ എൻ്റെ കൊക്കഡാമ ഇതുപോലെ മരത്തിൻ്റെ അടിയിലാണ് ഹാങ് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു ഷെയ്ഡിൽ ഹാങ് ചെയ്യാം. പക്ഷെ നല്ല സൺലൈറ്റ് വേണം. മരത്തിൻ്റെ അടിയിൽ ഹാങ് ചെയ്താൽ കുറച്ച് വെള്ളമൊക്കെ കൂടുതൽ വരും. പക്ഷേ ഇതിപ്പോൾ കുറച്ച് നാളായി ഹാങ് ചെയ്തിട്ട് ഇതിൽ ചെറിയ മൊട്ടുകൾ വന്ന് തുടങ്ങി. സോ ഞാനിവിടെ നിന്ന് എന്തായാലും മാറ്റുന്നില്ല. എന്തെങ്കിലും പ്രശ്നം തോന്നിക്കഴിഞ്ഞാൽ മാറ്റണം. പക്ഷെ നല്ല സൺലൈറ്റും അതുപോലെ തന്നെ അധികം വെള്ളം വീണ് നശിക്കാത്തൊരു സ്ഥലമാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഹാങ് ചെയ്യാം, കുഴപ്പമില്ല. ഓൺസീഡിയം ആയതുകൊണ്ട് ഞാൻ എടുത്ത് പറയുന്നു അത്. പിന്നെ നിങ്ങൾക്ക് നിങ്ങൾ സൺഷെയ്ഡിലോ അല്ലെങ്കിൽ ടെറസിലോ ഒക്കെയാണ് ഹാങ് ചെയ്യണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വെള്ളവും അതുപോലെ തന്നെ ഓർക്കിഡിന് വേണ്ട വളവും ഇതിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് സ്പ്രേ ചെയ്ത വെള്ളം അതിൽ നിന്നോളും, സ്പാഗ്നം മോസ് ആയതുകൊണ്ട്. ഇനി നിങ്ങൾ വേറെ മോസാണ് യൂസ് ചെയ്യുന്നത് എന്നാൽ നിങ്ങൾ ഇവിടെ തന്നെ നാട്ടിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള പായലാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്ന് ഹൈഡ്രജൻ പെറോക്സൈഡിൽ മുക്കി ഫംഗസൊക്കെ റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് യൂസ് ചെയ്യുക. ഓക്കെ, ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ സൺഷെയ്ഡിൻ്റെ അടിയിലും ഹാങ് ചെയ്യാം, കുഴപ്പമില്ല. ഇങ്ങനെ ആകുമ്പോൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇതിലേക്ക് വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇതെന്തായാലും വീട്ടിൽ ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് കിട്ടുന്ന പായൽ വെച്ചിട്ട് നിങ്ങൾ ഈ പായൽ പന്ത് ഉണ്ടാക്കി ട്രൈ ചെയ്യുക.
എന്ത് സംശയം ഉണ്ടെങ്കിലും കമൻറ്റിൽ ചോദിക്കുക, ഞാൻ അതിന് ഉത്തരമായിട്ട് വരും. സോ താങ്ക് യു സോ മച്ച്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.